ഇടുക്കി രാജാക്കാട്ടിലെ മിനി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപനം പ്രഹസനമായിരുന്നെന്ന ആക്ഷേപം. പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പദ്ധതി ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. 2019 ബജറ്റിൽ പ്രഖ്യാപിച്ച മിനി ഫയർ സ്റ്റേഷന് 2021 മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. രാജിക്കാട് മിനി ഫയർ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തി നൽകാൻ തയ്യാറാണെന്ന് പഞ്ചായത്ത് സർക്കാരിനെ അറിയിച്ചിരുന്നു. ബസ് സ്റ്റാൻഡിലെ കെട്ടിടം ഇതിന് അനുയോജ്യമാണെന്ന് റിപ്പോർട്ടും നൽകി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതി ഇതുവരെ പ്രാവർത്തികമായില്ല. ധനവകുപ്പിന്റെ എതിർപ്പാണ് രാജാക്കാട് മിനി ഫയർ സ്റ്റേഷന് തടസ്സമെന്നാണ് സൂചന. നവകേരള സദസ്സ് ജില്ലയിൽ പര്യടനം നടത്തിയപ്പോൾ ഫയർ സ്റ്റേഷന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നു. 2019 LDF മന്ത്രിസഭ രാജാക്കാട് ഒരു മിനി ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നതിന് വേണ്ടി തീരുമാനമുണ്ടാക്കി. എന്നാൽ നാളിതുവരെയും ആ മിനി ഫയർ സ്റ്റേഷൻ രാജാക്കാടിൽ കൊണ്ടുവരുന്നതിന് വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, രാജാക്കാട് ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ പോവുകയോ തീ പിടിക്കുകയോ ചെയ്താൽ രാജാക്കാട് ഒരു ഫയർ ഫോഴ്സിന്റെ വണ്ടി എത്തിച്ചേരണമെങ്കിൽ ഒന്നെങ്കിൽ മൂന്നാറിൽ നിന്നോ അല്ലെങ്കിൽ അടിമാലിൽ നിന്നോ വേണം. ഇവിടെ ഒരു വിഷയം ഉണ്ടായാൽ, ഒരു വീട് കത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട് കത്തിത്തീർന്നാലും ഇവിടെ ഫയർ സ്റ്റേഷൻ വന്ന് ഇവിടെ തീ അണയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ്. ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ രാജാക്കാട് മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെ അഭാവം തിരിച്ചടിയാണ്. രാജാക്കാട്, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ബൈസൺ വാലി, കൊന്നത്തടി മേഖലകളിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ശരാശരി 30 കിലോമീറ്ററിലധികം അകലെയുള്ള അടിമാലി, നെടുങ്കണ്ടം, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാശനഷ്ടങ്ങളുടെ തോത് ഉയരുന്നത് പതിവാണ്. ആരെങ്കിലും ജലാശയങ്ങളിൽ വീണ് അപകടങ്ങളുണ്ടായാൽ തൊടുപുഴയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധർ എത്തുന്നത്. രാജാക്കാട്ടിൽ അനുവദിച്ച മിനി ഫയർ സ്റ്റേഷൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കാൻ അധികൃതർ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.